ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷൻ ഇമേജ് മെനുവിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ ടൂളുകളെല്ലാം തന്നെയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഇമേജ് മെനു, അതായത് മെനു സെക്ഷനിലേക്ക് കിടക്കുകയാണ്. മെനു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയൽ മെനു, എഡിറ്റ് മെനുവിലുള്ള കാര്യങ്ങൾ, അതുപോലെ സെലക്ട് മെനുവിലുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. സോ ഇപ്പോൾ പറയാൻ പോകുന്ന ഇമേജ് മെനുവിനെ കുറിച്ചാണ്. മീൻസ് നമുക്ക് ആ ഒരു ഇമേജ് എഡിറ്റ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഇമേജ് റിലേറ്റ് ചെയ്ത് നമ്മൾ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത സമയത്തൊക്കെ നമുക്ക് ഈ ഇമേജ് മെനുവിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഫുൾ കമാൻഡുകളും ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, കാരണം നമുക്കത് നെക്സ്റ്റ് അഡ്വാൻസ് സെക്ഷനകത്താണ്, അതായത് നമ്മൾ കളർ കറക്ഷൻ പോലുള്ള കമാൻഡുകളെല്ലാം വരുന്നത്. ഇതിനകത്ത് ഞാനത് ആഡ് ചെയ്തിട്ടില്ല. സോ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഇമേജ് മെനുവിനകത്ത് വരുന്ന നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന രണ്ട് കമാൻഡുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് കമാൻഡ് ആണ് ഇമേജ് സൈസ്. ഓക്കെ, ഈ മോഡിൽ കാണുന്ന ഓട്ടോടോൺ, ഓട്ടോ കോൺട്രാസ്റ്റ്, അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് മോഡ്, ഇതെല്ലാം ഞാൻ പറയാം. ഇതിനകത്ത് ഈ പറയുന്ന കളർ അഡ്ജസ്റ്റ്മെന്റ് കമാൻഡുകളൊക്കെയും കിടക്കുന്നത് മൊത്തം അഡ്വാൻസ് സിലബസിലാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇമേജ് മെനുവിലെ കമാൻഡുകളായിട്ട് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇമേജ് സൈസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇമേജ് സൈസ് അതിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എന്താണ്? ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് ഐ ആണ് ഇമേജ് സൈസിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. സോ ഇമേജ് സൈസ് എന്നുള്ള കമാൻഡ് നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? വി ക്യാൻ യൂസ് ഇമേജ് സൈസ് കമാൻഡ് ഇൻ ദ ഇമേജ് മെനു to obtain our image size and we can change the image size using this command. അതായത് നമുക്ക് ഈ ഇമേജ് സൈസ് എന്നുള്ള കമാൻഡ് എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം? രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. ഒന്ന്, നമ്മൾ കറന്റ്ലി ഓപ്പൺ ചെയ്തേക്കുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇമേജിന്റെ സൈസ് അറിയാനും, രണ്ട് എന്താണ്, നമുക്ക് അതിന്റെ സൈസ് രണ്ടാമതൊന്ന് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഇമേജ് സൈസ് എന്നുള്ളൊരു കമാൻഡ് യൂസ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഒരു വർക്ക് ഓപ്പൺ ചെയ്ത് ചെയ്യുമ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടൊരു ഡയമെൻഷൻ ഉണ്ട്. ഞാനത് ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളടുത്ത് പറഞ്ഞതാണ്. അതായത് വർക്കുകളൊക്കെയും ഒന്നിലെ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടതായിട്ട് കാണും, അതല്ലെങ്കിൽ നമുക്ക് എന്താണ്, അത് നമുക്കൊരു വീഡിയോയിലേക്ക് ആഡ് ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് കൊടുക്കാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും 3D ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യാനൊക്കെ വേണ്ടി ഒരു പർട്ടിക്കുലർ പർപ്പസ് ഉണ്ട്. നമ്മൾ ഈ ഫോട്ടോഷോപ്പിൽ എന്ത് ചെയ്താലും അതിനെന്തുണ്ട്? ഒരു പർട്ടിക്കുലർ പർപ്പസ് ഉണ്ട്. സോ ആ പർപ്പസ് അറിഞ്ഞ് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. അപ്പൊ അവിടെ നമുക്ക് എന്ത് വേണം? ഒരു സൈസ് ഉണ്ട് അല്ലെ? ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുവാണ്. സോ ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആ വീഡിയോയിലേക്ക് എനിക്കൊരു ഇമേജ് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ വീഡിയോ സൈസിൽ വേണം നമ്മൾ ഇവിടെ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാനായിട്ട്. സോ അവിടെയാണ് നമുക്ക് ഈ ഇമേജ് സൈസിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഞാനിപ്പോൾ ഇനി അധികം അതിലേക്ക് പോകുന്നില്ല. ഞാൻ ഇമേജ് സൈസ് ഡയറക്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഇമേജ് സൈസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു വിൻഡോ വരും, ഇമേജ് സൈസ് വിൻഡോ വരും. ഓക്കെ, സോ അതിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ഇമേജ് ഇൻഫോർമേഷൻസ് എല്ലാം കിട്ടും. അതിനകത്ത് ഒന്ന് ഇമേജ് സൈസ് കാണിക്കുന്നുണ്ട്, അതായത് ഫയൽ സൈസ് ആണ് ഈ കാണിക്കുന്നത്. 4.58 MB എന്ന് പറയുന്നത് എന്താണ്? ആ ഇമേജിന്റെ സൈസ്, മീൻസ് അതിന്റെ ഡയമെൻഷൻ അല്ല, അതിന്റെ ഫയൽ സൈസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഡയമെൻഷനും ഫയൽ സൈസും രണ്ടാണ്. ഓക്കെ, അതായത് ഫയലിന്റെ സൈസും ഉണ്ട്, അതുപോലെ ഇമേജിന്റെ വിഡ്ത്തും ഹൈറ്റും ഉണ്ട്. അത് രണ്ടും രണ്ടാണ് കേട്ടോ, എപ്പോഴും അത് മനസ്സിലാക്കിയിരിക്കുക. സോ ഈ ഇമേജ് സൈസിന് എഴുതിയിരിക്കുന്നത് എന്താണ്? ആ ഫയലിന്റെ ടോട്ടൽ സൈസ് ആണ്. പിന്നെ കാണിക്കുന്നത് എന്താണ്? ഡയമെൻഷൻ അല്ലെ? ഇവിടെ ഡയമെൻഷൻ ഉണ്ട്. സോ ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? 1600 പിക്സൽ ഇൻറ്റു 1000 പിക്സൽ ആണ്. അതായത് അതിന്റെ വിഡ്ത്തിൽ 1600 പിക്സലും ഹൈറ്റിൽ എന്താണ്? 1000 പിക്സലാണ് വന്നേക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഈ ഇമേജ് നോക്കുവാണെങ്കിൽ അറിയാം ഇതിന് വിഡ്ത്ത് കൂടുതലും ഹൈറ്റ് എന്താണ്? കുറവാണ്. ഓക്കെ, സോ അപ്പൊ അതാണ് എന്താ ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഫിറ്റ് ടു ഒറിജിനൽ സൈസ് ഉണ്ട്. സോ അത് നമുക്ക് ഒറിജിനൽ സൈസ് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ഒരു കൺസ്ട്രെയിൻഡ് സൈസ് ആയിരിക്കും. സോ നമുക്ക് ഇതിന്റെ ഒരു സൈസിലേക്ക് ഇവിടെ വെച്ച് ചേഞ്ച് ചെയ്ത് ഞാൻ സൈസ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇമേജ് സൈസ് എന്താണെന്നും അതുവഴി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഇമേജ് സൈസിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫയൽ സൈസ് പറഞ്ഞു, പിന്നെ ഇതിന്റെ ഇമേജ് ഡയമെൻഷൻ എന്താന്ന് പറഞ്ഞു, പിന്നെ അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന ഫിറ്റ് ടു ഇതിന്റെ ഒറിജിനൽ സൈസിലേക്കാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. സോ ഇതെടുത്ത് മാറ്റിയിട്ട് എനിക്ക് A4ലേക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? A4 സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് A4ലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ആ ഒരു ഫിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? A4 സൈസിലേക്ക് അത് ഫിറ്റ് ആയി വരും, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ഡിഫറൻസ് ഒന്നും വരില്ല കേട്ടോ. കാരണം ഞാനിത് കൺട്രോൾ- പ്രസ് സൂം ഔട്ട് ചെയ്യുമ്പോൾ ആക്ച്വൽ സൈസ് തന്നെയായിരിക്കും ഇമേജ് ഇരിക്കുന്നത്, അതിന് വ്യത്യാസമൊന്നും വരില്ല. ഓക്കെ, സോ നമുക്കിവിടെ ഒറിജിനൽ സൈസ് ഉണ്ട്, ദെൻ ഓട്ടോ റെസൊല്യൂഷൻ ഉണ്ട്, പിന്നെ ഇതിനകത്ത് വേറെ ഏതെങ്കിലും സൈസിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ സൈസിലേക്ക് ചേഞ്ച് ചെയ്യാം. ആ ഒരു സൈസ് ആയിരിക്കും പിന്നെ കിട്ടുന്നതൊക്കെ. സോ ഞാനിവിടെ ഫിറ്റ് ടു സൈസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഇമേജ് സൈസിന് വ്യത്യാസം വരുന്നുണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു ഫിറ്റ് ചെയ്യേണ്ട സൈസ് എന്ന് പറയുന്നത് കൺസ്ട്രെയിൻ ചെയ്തേക്കുന്ന ഒരു സൈസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഒരു സൈസിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ അത് വേറെ സൈസിലേക്ക് മാറ്റാതെ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം?
അതിന്റെ സൈസ് ഏതാണോ ആ സൈസ് തന്നെ മനസ്സിലാക്കി വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങാൻ. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സൈസിൽ വർക്ക് ചെയ്ത ശേഷം അതിനെ വേറൊരു സൈസിലേക്ക് ചേഞ്ച് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. അങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്ത് പഠിക്കരുത്. അതൊരു തെറ്റായിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് വർക്ക് തന്ന ക്ലയന്റ് തന്നെ ആ സെയിം ഡിസൈൻ തന്നെ വേറെ ഏതെങ്കിലും സൈസിലേക്ക് മാറ്റി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു നിർവാഹം ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ആ സൈസിലേക്ക് മാറ്റുക. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ സൈസ് അറിയാതെ വർക്ക് ചെയ്യാൻ പഠിക്കരുത്. അത് ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞതാണ്. സോ ഞാനത് ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം ഞാനിവിടെ സൈസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു. സോ അതിലൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് അതിന്റെ കൂടെ തന്നെ ഈ ഒരു പോർഷൻ കൊണ്ട് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇത് പറഞ്ഞത് ഇതിനകത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് കുറച്ച് കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്ക് മാനുവൽ ആയിട്ട് തന്നെ സൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഇവിടെ കൊടുത്താൽ മതി. ഇപ്പൊ ഇവിടെ വിഡ്ത്തിൽ നിങ്ങളൊരു വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ വിഡ്ത്തിൽ ഞാൻ 1500 ടൈപ്പ് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹൈറ്റും അതിനനുസരിച്ച് ഇവിടെ മാറുന്നുണ്ട്, കണ്ടോ? ഓക്കെ, ഇപ്പൊ നമുക്കൊരു കസ്റ്റം സൈസ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം വാല്യൂ. 1500 പിക്സൽ വിഡ്ത്ത് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ 1500 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഹൈറ്റ് ഓട്ടോമാറ്റിക്കലി മാറിയായിരുന്നു. ഞാനിത് അൺഡു ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കുക, ഞാനിവിടെ വിഡ്ത്ത് ഒരു 1500 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. സോ ഹൈറ്റ് ചേഞ്ച് ആകാൻ കാരണം എന്താണ്? അവിടെ ഒരു ആസ്പെക്ട് റേഷ്യോ വർക്ക് ആവുന്നുണ്ട്. മീൻസ് അതിന്റെ വിഡ്ത്തും ഹൈറ്റും ഓൾറെഡി ലിങ്ക്ഡ് ആണ്, അല്ലെങ്കിൽ കൺസ്ട്രെയിൻഡ് ആണ്. ഈ കാണിച്ചേക്കുന്നുണ്ട് ഇവിടെ, ഇത് കൺസ്ട്രെയിൻ ഓൺ ആണ്. സോ ഈ കൺസ്ട്രെയിൻ ഓൺ ആണെങ്കിൽ വിഡ്ത്തിലോ ഹൈറ്റിലോ നിങ്ങളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ള, ഇപ്പൊ ഹൈറ്റിലാണ് വാല്യൂ കൊടുക്കണമെങ്കിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ള വിഡ്ത്ത് ഓട്ടോമാറ്റിക്കലി ഇവിടെ കയറി വരും. ഇപ്പൊ ഹൈറ്റിന് ഞാൻ ഒരു 500 അല്ലെങ്കിൽ ഒരു 1200 കൊടുക്കുക. കൊടുക്കുമ്പോൾ കണ്ടോ വിഡ്ത്ത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയിട്ടുണ്ട്, അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ വിഡ്ത്തിൽ ഞാനൊരു 1200 കൊടുക്കുമ്പോൾ ഹൈറ്റ് ഇവിടെ എന്തായിട്ടുണ്ട്? ചേഞ്ച് ആയിട്ടുണ്ട്. സോ അങ്ങനെ വരാൻ കാരണം ഇവിടെ കൺസ്ട്രെയിൻ ഓൺ ആക്കിയിട്ടേക്കാണ്. സോ ഈ കൺസ്ട്രെയിൻ ഓൺ ആക്കിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ വിഡ്ത്തിൽ എത്രയാണോ കൊടുക്കുന്നത് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഹൈറ്റ് അല്ലെങ്കിൽ അതിന് ഈക്വൽ റേഷ്യോയിൽ തന്നെ നമുക്ക് എന്ത് ഇവിടെ ഹൈറ്റും ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും, കൺസ്ട്രെയിൻ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വിഡ്ത്തും ഹൈറ്റും ഡിഫറെന്റ് സൈസ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കൺസ്ട്രെയിൻ എന്ത് ചെയ്യുക? ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടെ വാല്യൂ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് അവിടെ അപ്ഡേറ്റ് ആകില്ല. ദാറ്റ് മീൻസ് അവിടെ കൺസ്ട്രെയിൻ എന്താണ്? ഓഫ് ആണ്. സോ ഇങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം ഇപ്പൊ ഈ കൺസ്ട്രെയിൻ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇവിടെ 1500 കൊടുത്തു അല്ലെങ്കിൽ 1900 കൊടുത്തു കഴിഞ്ഞ് ഞാനിവിടെ ഓക്കെ കൊടുക്കുമ്പോൾ തന്നെയും ആ ഷേപ്പ്, ആ എൻ്റയർ ഇമേജിന്റെ ഷേപ്പ് മൊത്തത്തിൽ മാറിപ്പോകും, കണ്ടോ? ഇതുപോലെ ഒരു സ്ട്രെച്ച് ആയി പോകും. സോ ഇങ്ങനെയൊക്കെ നമ്മളൊരു വർക്ക് ചെയ്ത് പ്രിന്റ് ചെയ്തല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താലൊക്കെ എന്തോ വരും? പ്രശ്നങ്ങൾ വരും. അപ്പം ആ ഒരു കാര്യം എന്ത് ചെയ്യുക? നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ഇമേജ് സൈസ് എടുക്കുന്നു. ഇമേജ് സൈസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ വിഡ്ത്തിലും ഹൈറ്റിലും എന്ത് ചെയ്യുക? വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ 1500 എന്ന് പറഞ്ഞിട്ട് വാല്യൂ എന്ത് ചെയ്യുക? ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ 1500 എന്നുള്ള വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഹൈറ്റ് ഓട്ടോമാറ്റിക്കലി മാറിയിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? ഇവിടെ കൺസ്ട്രെയിൻ പ്രൊപ്പോർഷൻ ടിക്ക് ഓൺ ആണ്. ഓക്കെ, സോ അപ്പൊ ഇതാണ് ഈ കൺസ്ട്രെയിൻ പ്രൊപ്പോർഷൻ ടിക്ക് ഓൺ ചെയ്യുമ്പോഴും ടിക്ക് ഓഫ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ കൺസ്ട്രെയിൻ പ്രൊപ്പോർഷൻ ടിക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മളിവിടെ വാല്യൂ മാറ്റി കഴിയുമ്പോൾ അവിടെ എന്താവില്ല? ഹൈറ്റിൽ വാല്യൂ മാറില്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇമേജ് സൈസിൽ വരുന്ന ഈ ഒരു കൺസ്ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാല്യൂ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കൺസ്ട്രെയിൻ ഓഫ് ചെയ്യാതെ മാറ്റുക. അപ്പോൾ അങ്ങനെ ഓഫ് ചെയ്യാതെ മാറ്റി കഴിഞ്ഞാൽ ഹൈറ്റ് അതിന്റെ കൂടെ തന്നെ മാറും. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സോ നിങ്ങളത് മനസ്സിലാക്കി വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ. ഓക്കെ, പിന്നെ വരുന്ന അടുത്ത ഇൻഫോർമേഷൻ എന്താണ്? റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഇതിന്റെ റെസൊല്യൂഷൻ കിടക്കുന്നത് എത്രയാണ്? 300 ആണ് റെസൊല്യൂഷൻ കിടക്കുന്നത്. ആ ഒരു റെസൊല്യൂഷൻ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും എത്രയാണ്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ 150 ആക്കണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇതിന്റെ റെസൊല്യൂഷൻ എന്ത് ചെയ്യാം? 150 ആക്കാം. അപ്പൊ നോർമലി അതിന്റെ ഇമേജിന്റെ സൈസ് അവിടെ വ്യത്യാസം വരും. സോ അത്രയും പിക്സലുകൾ അവിടെ കുറയുവാണ്. ഓവറോൾ ക്വാളിറ്റിക്കും വ്യത്യാസം വരും റെസൊല്യൂഷൻ കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ അതൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ ഇമേജ് സൈസിൽ വർക്ക്ഔട്ട് ചെയ്യാൻ, കേട്ടോ. സോ അടുത്തത് റീസാമ്പിൾ ആണ്. സോ റീസാമ്പിൾ മീൻസ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. റീസാമ്പിൾ ചെയ്യുന്നത്, അതായത് നമ്മളൊരു ഇമേജിന്റെ പിക്സൽ ഡയമെൻഷനോ അല്ലെങ്കിൽ റെസൊല്യൂഷനിലോ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് ഞാനിപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ അത് കുറയ്ക്കുവാണെങ്കിൽ അവിടെ എന്താണ്? അതിന്റെ ഇമേജ് ഡേറ്റയ്ക്ക് ലോസ് സംഭവിക്കും. ദാറ്റ് മീൻസ് അതിന്റെ ക്ലാരിറ്റി കുറയും. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ പിക്സലിന്റെ എണ്ണം കൂടുമ്പോൾ എന്താണ്? പുതിയ പിക്സലുകൾ അവിടെ ആഡ് ആകുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ റീസാമ്പിളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ റീസാമ്പിൾ ഓട്ടോമാറ്റിക് തന്നെ കിടക്കട്ടെ, നമ്മൾ ചേഞ്ച് ചെയ്യാൻ നിൽക്കരുത്. കാരണം കുറച്ച് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾ റീസാമ്പിൾ ഇപ്പൊ നിലവിൽ ഓട്ടോമാറ്റിക് ഇട്ട് ചെയ്താൽ മതി. നമ്മൾ അഡ്വാൻസ് സെക്ഷനകത്ത് നമ്മൾ പറയുന്നുണ്ട്, കേട്ടോ. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് നമുക്ക് ഇമേജ് സൈസിന് നമുക്ക് ഇതിനകത്ത്
പറയാനുള്ള പ്രോപ്പർട്ടികൾ എന്ന് പറയുന്നത്. സോ ഇമേജ് സൈസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമാൻഡ് ആണ്. കാരണം നമ്മൾ ഒരു ഇമേജിന്റെ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ് സൈസ് ഇതൊക്കെ നമുക്ക് ഇമേജ് സൈസ് വഴി നമുക്ക് അറിയാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനും പറ്റും, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇമേജ് സൈസ് വളരെ ഇമ്പോർട്ടന്റ് കമാൻഡ് ആണ്. ഇമേജ് സൈസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്ത് പഠിക്കുക. കൂടാതെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതിനിടയ്ക്ക് ഞാൻ ഇമേജ് സൈസ് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴൊക്കെ വരുന്ന പ്രശ്നങ്ങൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇമേജ് സൈസ് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇമേജ് സൈസ് എന്ന് പറയുന്ന ആ ഒരു കമാൻഡിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയുമൊക്കെയാണ്. ചെയ്ത് നോക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത കമാൻഡുമായിട്ട് കാണാം. താങ്ക് യു.